അത് വെച്ചാൽ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഒരു ഡോറിൻ്റെ ഒരു ലോക്കിൻ്റെ പ്രശ്നം. അപ്പോൾ ഒന്ന് കുത്തിക്കച്ച് റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതാണ് പ്രശ്നം, ഡോറിൻ്റെ പാഡ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് ഊരിയിട്ട് ബാക്കിലുള്ളതിന് ഇതിന് മാറ്റാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയുള്ള ചെറിയ പണിയാണ്. അപ്പോൾ നോക്കി നോക്കാം. സംഭവം നല്ല സ്ട്രോങ് ടൈറ്റാണ്. കിട്ടി. സംഭവം ലൂസാവുണ്ട്. എന്തായാലും നോക്കി നോക്കാം, നടക്കുമെന്ന് നോക്കാം. ഇനി എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഒരു ശ്രമം. സംഭവം സ്ക്രൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് വിചാരിച്ച പോലെയല്ല. ഇതിനകത്ത് എന്തൊക്കെയോ അഡീഷണൽ ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലായി. നോക്കാം. സംഭവം കിട്ടിയ പക്ഷേ ചെറിയൊരു പണി കിട്ടുക വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഡോർ പാഡും കൂടി ഊരിയാലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ ഡോർ പാഡ് ഊരിയാലേ ഇത് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നു. അപ്പോൾ അത് ഊരാൻ പറ്റിയ സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കയ്യിലില്ല. ചെറിയ ടെസ്റ്റർ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ ചെയ്യുക നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാനുള്ളൊരു പിടുത്തമില്ല. എന്തായാലും വേറെ ടെസ്റ്റർ പറ്റുണ്ടോ നോക്കട്ടെ. അങ്ങനെ ഇതുകൊണ്ട് ഊരാൻ പറ്റില്ല മനസ്സിലായി. അപ്പോൾ തിരിച്ച് ടൈറ്റാക്കിയിട്ട് ഇനി ബാക്കിൽ നോക്കി നോക്കട്ടെ. ബാക്കിൽ ഊരാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അച്ഛന്മാരെ കുറച്ച് മസിൽ പിടിച്ച് നോക്കിയ സമയത്ത് ഇതുകൊണ്ട് തന്നെ ഇത് ഊരാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഊരിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ലോക്ക് റെഡിയാക്കാൻ പറ്റും, കാണാൻ പറ്റും വിചാരിക്കുന്നു. എന്തായാലും നോക്കി നോക്കല്ലേ. അങ്ങനെ രണ്ട് കളിപ്പിച്ചു ഹാൻഡിൽ ഊരാണ്. അങ്ങനെ നൈസായിട്ട് ഈ ഹാൻഡിൽ ഞാൻ ഊരിയിട്ടുണ്ട്. ഇത് ബാക്കിയിട്ടത് അതിന് ശേഷം ദൂരാൻ പറ്റും നോക്കട്ടെ. അങ്ങനെ ഈ സ്ക്രൂ ഞാൻ ഊരി ശേഷം ഇനി എന്താണ് പാടുന്നുള്ളത് നോക്കട്ടെ. ഹാൻഡിൽ ഒരു സമയത്ത് സംഭവം കൈ കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സെറ്റപ്പാണ്. ആ ലോക്ക് ഊരിയിട്ട് സിമ്പിളായിട്ട് തയ്ച്ച് മാറ്റാമെന്ന് മനസ്സിലായി. എന്തായാലും ഒരു പരീക്ഷണം കൂടെ നോക്കട്ടെ. സംഭവം കിട്ടി. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലോക്കിംഗ് മെത്തേഡാണ് ഇതിനകത്തുള്ളത്. ഇത് അയച്ചെടുത്താൽ സംഭവം നടക്കും എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൂടെ നോക്കട്ടെ. അങ്ങനെ സംഭവം നൈസായിട്ട് ഞാൻ അതിനുള്ള നൂലെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ ഡോറിൻ്റെ ഊരിയിട്ട് ഇതിന് ഫിറ്റ് ചെയ്യാം. ഈ ബാക്ക് ഡോറിൻ്റെ ഇത് ഹാൻഡിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനുള്ള ലോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരിയിട്ട് അതിനിട്ടുള്ള ഫ്രണ്ടിൽ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതും അതുപോലെ ഊരി കിട്ടും നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതെടുത്തിട്ട് അതിനിട്ടിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും. അല്ലാതെ ഇതിൻ്റെ അകത്തുനിന്ന് ഇതും കംപ്ലൈൻ്റ് ആണ്, ഫ്രണ്ടിലെ ഡോറും കംപ്ലൈൻ്റ് ആണ്. അപ്പം എന്താ പറയുക, പുറത്തിറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം മനസ്സിലത്തുനിന്ന് ഒരു ഐഡിയ ആണ് ദൂരെ അതിന് നല്ലോണം റെസ്റ്റ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടൈറ്റിട്ട് പിടിച്ച സമയത്ത് സംഭവം ഓക്കെ ആയി. അങ്ങനെ ദൂരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലേ. പക്ഷേ എന്ന് വെച്ചാൽ ഒന്ന് നൈസായിട്ട് തിരിച്ചു പോയ സമയത്ത് സംഭവം ഓക്കെയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് അതിനുള്ള പരിപാടിയാണ് നോക്കാം. അങ്ങനെ ഈ സ്ക്രൂ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താവും എന്തോ നോക്കാം. ഓ സെറ്റ്. ഇത് സിമ്പിളായിട്ട് ഒരു കയ്യിൽ പോകുന്നു കേട്ടോ. ഫ്രണ്ടിലെ ഡോറിൻ്റെ അത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആശാൻ സിമ്പിളായിട്ട് ഒരു കയ്യിലും പോന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉള്ളിൽ എന്തോ ലോക്കോ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് പോകുന്നത്. ഇനി ഇതുമെല്ലാം കൊണ്ട് തിക്കി ഒഴിവാക്കുക. നേരെ ഈ ഹാൻഡിൽ അതിനെ ഫിറ്റ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് പൂരാനുള്ള പരിപാടി നോക്കാം. സംഭവം നല്ല ടൈറ്റാണ്. ഇതൊരു ബ്രസ് ലോക്കാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ കൊണ്ട് കിട്ടണില്ല. കുറച്ച് പെടാപ്പാട് പെടേണ്ടി വരും. പക്ഷേ ഈ ലോക്ക് പൊട്ടിപ്പോയാൽ അതേ വലിയ പ്രശ്നമാണ്. കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ സംഭവം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സംഭവം കിട്ടി. ഇനി ഇത് നേരെ അതിനുകൊണ്ടേ സെറ്റാക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ. പുറത്തിറങ്ങുന്ന പരിപാടിയൊന്നുമില്ല. ഫുൾ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കിടന്നുള്ള പരിപാടി. അമ്മച്ചി നൈസായിട്ട് ഉള്ളിലെത്തി. സ്ക്രൂ ഡ്രൈവർ നമ്മൾ സ്ക്രൂ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നൈസായിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് വരിക? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പം കണക്ഷൻ കൊടുക്കാൻ പോകണം. മച്ചാൻ പറയാം. അങ്ങനെ നൈസായിട്ട് ഈ ലോക്ക് ഞാൻ ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ലോക്ക് തുറക്കുമല്ലോ എന്നുള്ള അറിയില്ല. എന്തായാലും ഒരു പരീക്ഷണമാണ്. അപ്പോൾ നൈസായിട്ട് എൻ്റെ ഫോണിനകത്തേക്ക് വെച്ചു.
എന്നിട്ടത് ലോക്ക് ചെയ്തു. അപ്പം സംഭവം സെറ്റായി. ഇത് നൈസായിട്ട് ഒരു സ്ക്രൂവും കൂടെ ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നൈസായിട്ട് ഞാൻ ഇതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട്. ലോക്ക് അതിനകത്ത് ക്ലിപ്പിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ക്രൂവും കൂടെ ചെയ്തിട്ട് എന്താണെന്ന് നോക്കാം. ഓപ്പൺ ആവില്ല എന്നുള്ള അറിയില്ല, എന്തായാലും ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ ഈ സ്ക്രൂ ഒന്ന് നമ്മളിതിൽ ടൈറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ സ്ക്രൂ ഇവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലോക്ക് ആവില്ല. അതിനൊക്കെ ഒരു ഫൗള് പറ്റിയെന്താ വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ഊരേണ്ട ആവശ്യമില്ലായിരുന്നു. അത് വെറുതെ ഒരു പണിയിട്ടാണ്. ഹാൻഡിലിൻ്റെ മുകളിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ലോക്ക് ഊരാൻ പറ്റിയില്ല, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാണ്. അപ്പോൾ ആ ലോക്ക് കൂടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, പരിപാടി നിർത്താം. ഈ ലോക്ക് കൂടെ സെറ്റ് ചെയ്യാൻ പോകണം. ഈ ലോക്ക് ശരിക്ക് ഊരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു മണ്ടത്തരം ചെയ്താണ്. ഈ ഡോറിൻ്റെ ലോക്ക് ഊരില്ല, ഷീറ്റ് മൊത്തം ഊരിയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക് അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മളെ ഈ ഒരു ലോക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാൻഡിൽ ഊരേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ലോക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രൂ ഡ്രൈവറും പണിയിട്ടില്ലോ, കുഴപ്പമില്ല. ഇത് ഞാൻ തിരിച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ സ്ക്രൂ. അങ്ങനെ ഹാൻഡിൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോക്ക് ഹാൻഡിൽ ഇവിടെ സെറ്റ് ചെയ്തു. ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പുറകുള്ള ഡോറിൻ്റെത് കംപ്ലൈൻ്റ് ആയ ലോക്ക് ഊരിയിട്ട് ഇപ്പോൾ എന്താക്കി ഇതിവിടെ സെറ്റ് ചെയ്താണ്. ഇനി ഇത് ഓപ്പൺ ആവുമല്ലോ എന്നുള്ള അറിയില്ല. ഒരു തുറന്ന് നോക്കല്ലേ? ഓക്കെ, ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ, ഡോറ് തുറന്നു ഗൈസ്, അടച്ചു. ഇവിടെ ഡോറ് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം സെറ്റായിട്ടുണ്ട്. മിഷൻ കംപ്ലീറ്റഡ്. എന്തായാലും ഇത് വെറുതെ കിടക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത് ഫിറ്റ് ചെയ്തിട്ടൊക്കെ വിചാരിക്കാം. അതും കൂടെ ഒന്ന് ഇവിടെ ടൈറ്റ് ആക്കിയിട്ടാൽ ആ ഒരു വൃത്തിയോട് മാറി കിട്ടും. അപ്പോൾ നമ്മൾ സ്ക്രൂ എവിടെ? ഓക്കെ, സ്ക്രൂ കിട്ടി, അതോടെ കൊടുക്കാം. ഈ കാണുന്ന ലിവറാണ് ശരിക്കും നമ്മൾ ഡോർ അൺലോക്ക് ചെയ്യുന്ന ലിവർ. ഇതിൻ്റെ ലിവറിൻ്റെ കണക്ഷൻ വിട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആവാത്തത്. പക്ഷേ മറ്റേതിന് ഹാൻഡിലായിട്ടായിരുന്നു, ഈ ഹാൻഡിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാൻഡിൽ ഒരു ഫ്രണ്ടിലിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ആയി. ഫ്രണ്ട് ഡോർ ഓപ്പൺ ആവും. ഇതിന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് പ്രശ്നമില്ല, നോ പ്രോബ്ലം. അങ്ങനെ ആ ഒരു ലോക്ക് ഇതിനകത്ത് എടുത്തിട്ടു തിരിച്ചതിന് അതേ പൊസിഷനിൽ തിരികെ. ഇതിൻ്റെ ഉള്ളിൽ ഈ ലോക്കുകളിലാണ് ഈ ഡോർ ലോക്ക് വരുന്നത് കേട്ടോ. അതിവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ടിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ഈ ഹോളിലേക്ക് ഇതിൻ്റെ ക്ലിപ്പ് വന്നിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു ലോക്ക് ഇടണമെങ്കിൽ നമ്മളെന്താക്കുക, സ്ക്രൂ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രൂ ഒന്ന് മാറ്റിയിട്ട് ആ ഹോളിൻ്റെ പൊസിഷനിലേക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ശേഷം ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സംഭവം സെറ്റായി. ഇനി സ്ക്രൂ കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്ക് ഡോറിൻ്റെത് അവിടെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം അത് ലോക്ക് ചെയ്തിടാം. നമ്മൾ ഫ്രണ്ട് ഡോർ റെഡി ആയിട്ടുണ്ട്. തൽക്കാലം ഇതിലൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് ചാടി കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെത്തി. അപ്പം ഈ ഡോറ് കൂടെ തന്നെ നമുക്ക് എന്താക്കാം, പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഡോറിലെത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഡോർ ലോക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ആരുടെയെങ്കിലും വണ്ടികളൊക്കെ അതേപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ മടിച്ചിരിക്കേണ്ട, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളെ വണ്ടിയുടെ ലോക്ക് പൊട്ടി കിടക്കുന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലൊന്നും പോകണ്ട. നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്.
ഇപ്പോൾ ഇങ്ങനത്തെ ലോക്കുള്ള വണ്ടികൾ ഉണ്ടോ എന്നുള്ളത് തന്നെ റയറാണ്. കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യണം. എന്നാലും മെത്തേഡൊക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും. ഒരു വണ്ടിയുടെ എന്താ പറയുക ലോക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ലോക്കിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള എന്തെങ്കിലും പ്രശ്നമുള്ള വണ്ടികളുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വണ്ടിയുടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.